റിപ്പോർട്ടർ ടി വിയിലെ ചാനൽ അവതാരകൻ ഇപ്പോഴത്തെ അരുൺകുമാർ പണ്ട് മറ്റൊരു ചാനലിൽ അവതാരകനായിരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യാൻ നടക്കുന്ന പാർട്ടിയാണ്. അതെ, ഇപ്പോഴത്തെ റിപ്പോർട്ടർ ടി വിയുടെ ഉടമസ്ഥന്മാരെ അഗസ്റ്റിൻ ബ്രദേഴ്സിനെ പറഞ്ഞത് കാട്ടുകള്ളന്മാരെന്നാണ്. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ വലിയ തരത്തിൽ കാട്ടുകള്ളന്മാരാവുന്നു. കേരള പോലീസ് കൃത്യമായ നിലപാട് പണ്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു 24 എന്ന് പറഞ്ഞൊരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് തോന്നുന്നു ഇത്തരത്തിലുള്ള. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു സത്യസന്ധമായ പ്രക്ഷേപണം അല്ലെങ്കിൽ എന്താ പറയുക അവതാരകനം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ പിന്നീട് അദ്ദേഹം അത് മാറ്റുന്നു. ഇപ്പം അദ്ദേഹം പറയുമെന്നറിയില്ല, കാട്ടുകള്ളന്മാരാണ് തൻ്റെ എന്താ പറയുക ചാനലിന്റെ മുതലാളിമാർ കാട്ടുകള്ളന്മാരാണെന്ന് അദ്ദേഹം പറയുമെന്നറിയില്ല. പക്ഷെ അന്ന് പറഞ്ഞു. ഇപ്പം അദ്ദേഹത്തിന് അത് ദൈവപുത്രന്മാർ അതിന് സമ്മാനമായിരിക്കും. എന്നിരുന്നാൽ പോലും അന്നൊരു ജേർണലിസം അല്ലെങ്കിൽ പിൽക്കാലത്ത് അത് മറ്റൊരു ജേർണലിസമായി കാണുന്നു. ശരിക്ക് നമ്മൾ വർക്ക് ചെയ്യുമ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇപ്പം നമ്മുടെ ചാനലിൻ്റെ നേതാവിനായാലും ശരി ആർക്കെതിരെ ആരോപണം വന്നു കഴിഞ്ഞാൽ ഉള്ളത് പോലെ പറയണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ജേർണലിസം പഠിച്ചത് ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പം അന്ന് വേറെ നിലപാടും ഇന്ന് വേറെ നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. സാർ എങ്ങനെ ഈ സമകാലിക ജേർണലിസത്തെ എങ്ങനെ കാണുന്നത്? ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നമ്മൾ ഇരിക്കുന്നത് ക്രൈം ചാനലിൻ്റെ ഓഫീസിലായിരിക്കുന്നത്, നന്ദകുമാറിൻ്റെ ഓഫീസിലാണ് ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രഷറിന് വിധേയമായ ഒരാളാണ് നന്ദകുമാർ. തെറ്റായ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ അങ്ങനെ പലതരത്തിൽ ഏതെല്ലാം തരത്തിലൊരു പത്രപ്രവർത്തനം പീഡിപ്പിക്കാമോ അതിൻ്റെ എല്ലാം അനുഭവിച്ച ഒരാളാണ്. പക്ഷേ അതിനകത്ത് അദ്ദേഹത്തോട് ഇരിക്കുമ്പോൾ ഒരു പറയുന്ന പ്രത്യേകത, ഞാൻ സോറി പറയേണ്ട ആവശ്യം വന്നിട്ടില്ല, അല്ലെ മാപ്പ് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല, ഒരു കോടതിക്കും എന്നെ ശിക്ഷിക്കാനും പറ്റിയിട്ടില്ല. എനിക്ക് ഉത്തമ ബോധ്യപ്പെട്ട കാര്യം, ബോധ്യമുള്ളതെന്ന് മാത്രമല്ല നന്നായിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ചാനലിൽ കൂടെ പറയാറുള്ളൂ. പൊതുവാർത്തകളെക്കുറിച്ചല്ല, സ്പെഷ്യലൈസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്. പക്ഷെ അങ്ങനത്തെ ഒരു ഇൻറ്റഗ്രിറ്റി താൻ ചെയ്യുന്ന തൊഴിൽ, അത് ഏത് സ്ഥാപന പേരെന്തും ആയിക്കോട്ടെ, അതില്ലാത്ത ആളാണ് അരുൺകുമാർ. അപ്പം എനിക്കിഷ്ടമില്ലാത്തൊരു വാർത്ത ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അഭിപ്രായം മാറ്റി പറയണമെന്ന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് സാധിക്കില്ല, എന്തെല്ലാം പ്രലോഭനം ഉണ്ടായാലും. മറിച്ച് അരുൺകുമാറിൻ്റെ 2-3 ഡയലോഗ് നോക്കിക്കഴിഞ്ഞാൽ, ഓരോ കാലത്തെയും ഡയലോഗ് നോക്കിക്കഴിഞ്ഞാൽ മാധ്യമലോകം എന്ത് പറയും. എല്ലാ പത്രപ്രവർത്തകരും അങ്ങനെയാണ്. ചെയ്യുന്ന മാനേജ്മെൻറ്റിനോട് കുറച്ചൊക്കെ ന്യായം പുലർത്തി അവരെ ജസ്റ്റിഫൈ ചെയ്യാൻ, അല്ലെ അവർ ജസ്റ്റിഫൈ ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട മാർഗം ഇവർക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യമുണ്ട്. ആ വിഷയം ഇവരായിട്ട് സംസാരിക്കേണ്ട വേറെ ആരെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ പറയാം, അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെ ടച്ച് ചെയ്യാത്ത രീതിയിൽ പറയാം. ഇപ്പോൾ പലപ്പോഴും മാധ്യമപ്രവർത്തകർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഒരു സ്വകാര്യ ചാനലിനെതിരെ കൃത്യമായിട്ടുള്ള നടപടിയിലൂടെ സംസ്ഥാന സർക്കാർ നീങ്ങുന്നു, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെതിരെ ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആരോപണം നടക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പൊതുവെ ജേർണലിസത്തിൽ സ്വന്തം ചാനലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യാത്ത രീതിയിൽ പറഞ്ഞു പോവാം എന്നുള്ളൊരു സാധനം കിടക്കുന്നുണ്ട്. ആയിരിക്കാം, അല്ലായിരിക്കാം. അങ്ങനെ പക്ഷെ ഇത് പച്ചയ്ക്ക് കാട്ടുകള്ളൻ എന്നാണ് മുതലാളിമാരെ മറ്റൊരു ചാനലായി വരുന്നേ ഉള്ളൂ. അതിൻ്റെ കൈസൊക്കെ കുറേ തടിയും കൂടെ വെട്ടണമായിരുന്നു, കഴിഞ്ഞിട്ടില്ല. കുറേ തടിയും കൂടെ വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതായത്. പിന്നെ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ വേണമായിരുന്നു, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കിട്ടി. അങ്ങനെ ഇതെല്ലാം കൂടെ ഒപ്പിച്ചൊന്നിട്ട് ചാനൽ തുടങ്ങി. അപ്പോൾ അരുൺകുമാറിന് കിട്ടിയ ഓഫർ എന്ന് പറഞ്ഞാൽ വെട്ടിയ മരത്തിൻ്റെക്കാൾ ഇനിയും വെട്ടിത്തരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വെട്ടിയതിനേക്കാൾ കുറച്ചുകൂടെ വെട്ടാനുണ്ട്, അതുകൂടെ വെട്ടിക്കഴിയുമ്പോൾ കുറേ കൂടെ കാശ് തരാമെന്ന് പറഞ്ഞ് അരുൺകുമാറിനെ അങ്ങോട്ട് മാറി. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് നടത്തിക്കൊണ്ടിരുന്ന ആൾ നികേഷ് കുമാറാണ്. പണ്ട് നികേഷ് കുമാറിൻ്റെ കയ്യിലാണ് റിപ്പോർട്ടർ ചാനൽ തുടങ്ങുന്നത്, ഇവർക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടെ അരുൺകുമാറിൻ്റെ താങ്കൾ കാണിച്ച ആ ഡയലോഗുകൾ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞെങ്കിൽ ഇന്ന് അരുൺകുമാറിൻ്റെ പേരിലൊരു പ്രൈവറ്റ് കംപ്ലയിൻ്റെങ്കിലും മൂട്ടിൽ മരമുറിക്കാർക്കെതിരായിട്ടുണ്ടായിരിക്കുന്നു. അപ്പോൾ ഇവർ പത്രപ്രവർത്തന രംഗത്ത് പോകുമ്പോൾ അതിന് ചില സർട്ടിഫിക്കറ്റ് കൊടുക്കണം, സത്യസന്ധമായ വാർത്ത എന്നൊക്കെ കൊടുക്കണം. ഇവർക്കത് സാധിക്കുമോ? മൂട്ടിൽ മരമുറിക്കാർ അഗസ്റ്റിൻ ബ്രദേഴ്സിനെ എന്നെ വിളിച്ചെന്നെ വനം കൊള്ളക്കാർ, കാട്ടുകള്ളന്മാരെന്നാണ് വിളിച്ചില്ലേ, കാട്ടുകള്ളന്മാർ. അപ്പോൾ ഒന്നുകിൽ പറയണം അയ്യോ ഇവർ കാട്ടുകള്ള. തുടർച്ചയായി 2-3 വട്ടം ഈ സാധനം ആരോപിക്കുന്നുണ്ട്. 3 വട്ടമൊക്കെ പറയുന്ന പറയുമ്പോൾ അവരത് കൃത്യമായിട്ട് ചെയ്ത് പറയണം, വീണ്ടും ഒരു മാറ്റമില്ലാത്ത രീതിയിൽ. അപ്പോൾ ഇയാൾ എന്താ ഇപ്പോൾ ഇയാൾ പറയുന്നത് എന്താ? ഇപ്പോൾ ചോദിച്ചാൽ എന്ത് പറയും? ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടു പത്രസ്വാതന്ത്ര്യം ഹനിക്കാനുള്ള സതീശൻ്റെ ഗൂഢനീക്കം. ഇയാൾക്ക് എന്ത് സ്വാതന്ത്ര്യം? ജനാധിപത്യം ഇല്ലാണ്ടാകുന്നു, ജനാധിപത്യം ഇല്ലാതാകുന്നു. കരയാളിട്ടടിച്ച് കരയുക. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ മാന്യമായ അഭിപ്രായ പ്രകടനം, മാന്യമായ രീതിയിലുള്ള വിയോജിപ്പ്, മാന്യമായ രീതിയിലുള്ള സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, ഇതൊക്കെ ജനാധിപത്യം പെർമിറ്റ് ചെയ്യുന്നതാണ്. അത് കൈക്കരുത്തായിട്ട് എടുത്ത്, അല്ലെ നാവിൻ്റെ കരുത്തായിട്ട്, ഇപ്പോൾ നമ്മൾ നാവിൻ്റെ കരുത്ത് എടുത്തുകൊണ്ട് അരുൺകുമാറും സാമാന്യം നന്നായിട്ട് സംസാരിക്കാനറിയാം. ആ കരുത്ത് അതിനെ വിൽക്കാൻ നോക്കുക. നാവിനെ വിറ്റു, പല കാര്യങ്ങൾക്കും വിൽക്കാം. പക്ഷേ ഇവിടെ വിറ്റിരിക്കുന്നത് രാഷ്ട്രീയ പ്രതിയോഗികളെ. ആരുടെ പ്രതിയോഗികളെ?
പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികളെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനുമാണ് അന്ന് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് അന്നത്തെ മരമുറി ചാനൽ അല്ലെ മരമുറിക്കാരുടെ ചാനൽ തന്നെ കളിയാക്കി പറഞ്ഞവർ മരമുറി ചാനൽ എന്നാണ് പറഞ്ഞത്. ആ ചാനലിലെ പ്രധാന വ്യക്താവായിട്ട് പോയതാരാ? ഇതേ അരുൺകുമാർ. അതെങ്ങനെ സാധിക്കുന്നത് എന്ന് പറയാമോ? താങ്കൾ പല മാധ്യമങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള അതുകൊണ്ടൊന്ന് പറയാമോ? ഞാൻ പറഞ്ഞ പോലെ എൻ്റെ UG ആയാലും PG ആയാലും ഞാൻ പഠിച്ചതൊക്കെ ജേർണലിസം തന്നെയാണ് പഠിച്ചത്. അപ്പം അത് സ്വാമാന്യം നമ്മൾ കാട്ടേണ്ട ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അറിയാത്ത വിവരങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംരക്ഷണം ചെയ്യാൻ നിൽക്കണ്ട എന്നുള്ളതാണ് നമ്മളോട് പറയാറുള്ളത്. കാരണം നമ്മൾ എത്തിക്സിനെ സംബന്ധിച്ചുള്ള നമുക്ക് സാധനം പറയാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നീട് ഡിഫാമേഷൻ കേസാവും, പലതരത്തിലുള്ള കേസാവും. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഇദ്ദേഹം വളരെ ഷാർപ്പായിട്ട് പറയുന്നുണ്ട്. കാട്ടുകള്ളന്മാർ എന്നുള്ള തുടർച്ചയായി 2-3 വർഷം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കള്ളന്മാരാണെന്നുള്ളത് ഉറപ്പാണ്. കൊടുത്തു. അതെ, പിൽക്കാലത്ത് ഇതേ ചാനൽ ഉടമസ്ഥന്മാരുടെ കീഴിൽ അദ്ദേഹം പോയി വർക്ക് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ അദ്ദേഹം ആ പറഞ്ഞത് പിൻവലിക്കണമായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം പോലെ തന്നെയാണ്. അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നതാണ് ജേർണലിസം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിലോട്ടാണ് ഇവരൊക്കെ വിരൽ ചൂണ്ടി വെക്കുന്നത്. അരുൺകുമാറിൻ്റെ ഈ പ്രസംഗം കേട്ടിട്ട് ഇന്നലെ മെസ്സിയുടെ ഇവിടുത്തെ പരിപാടി എങ്ങനെ ക്യാൻസലായി പോയി എന്നുള്ളത് അരുൺകുമാർ ന്യായീകരിക്കാൻ മെനക്കെട്ടത് അഗസ്റ്റിൻ ബ്രദേഴ്സിന് പോലും അറിയാൻ മേലാത്ത കണക്കുകൾ, കാശ് ചിലവാക്കിയ രീതിയും മാർഗവും ടാക്സ് കൊടുത്ത രീതിയൊക്കെ എത്ര കൃത്യമായിട്ട് അരുൺകുമാർ നമ്മളോട് പറയുന്നതെന്നറിയാവോ? പക്ഷേ അരുൺകുമാർ ആയതുകൊണ്ടൊന്നും വിശ്വസിക്കാം, ഇത് കേസായി മാറുകയും ഇവർ അകത്തേക്ക് പോകുക അല്ലെ ശിക്ഷാ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്താൽ ഉറപ്പായിട്ടും ഒരു കാര്യം സംഭവിച്ചിരിക്കും. ആദ്യം അതിനെ ന്യായീകരിക്കുന്ന ഇവരെ ശിക്ഷിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതെന്ന് പറയും. ഇപ്പോൾ പറഞ്ഞ ഞാനിത് പണ്ടേ ഇവർ കാട്ടുകള്ളന്മാരാണെന്ന് ഞാൻ പണ്ടേ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ശിക്ഷിക്കാനുള്ള പവറില്ല, അതുകൊണ്ട് ശിക്ഷിച്ചില്ല എന്ന് പറയും. അത് പറയാൻ അതായിരിക്കും അരുൺകുമാറിൻ്റെ ന്യായീകരണം, അടുത്ത് വരാൻ പോകുന്ന ന്യായീകരണം. അത് അങ്ങനെ പറയുള്ളൂ, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഞാൻ വളരെ ദീർഘവീക്ഷണത്തോടെ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവരുടെ കാട്ടുകള്ളന്മാരാണെന്ന്. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാന്നുള്ള അയാളുടെ ചുമതലയല്ല, അറിയിക്കുക എന്നുള്ള മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാനായി അറിയിക്കേണ്ടവർ ഞാനൊന്ന് പരസ്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അത് പോലീസ് നടപടിയൊക്കെ അയാൾ നീക്കിട്ട് അന്ന് തന്നെ കേസിലൊക്കെ ആയിരുന്നു. നിങ്ങൾ റിപ്പോർട്ട് ചാനൽ ഇവരുടെ കൈ വരികയില്ലായിരുന്നു, എന്ത് ചെയ്യാത്ത? അതാണ് പ്രശ്നം. അല്ല, ഇതിപ്പം ഈ പറഞ്ഞ പോലെ ഇത് ഒന്ന് അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പ്രശ്നം. അന്ന് വേറെ നിലപാടാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത് വേറെ നിലപാടാണ്. അന്ന് കള്ളന്മാരാണെങ്കിൽ ഇന്ന് അവരെന്താണ് എന്നുള്ളത് കൂടി അദ്ദേഹം കൂടി പറയേണ്ട കാര്യമാണ്. അന്ന് അവർ പറഞ്ഞത് കള്ളൻ എന്നുള്ള രീതിയിലാണ്. 2026 എന്താണെന്നുള്ള അല്ല, ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ. വെറും കാട്ടുകള്ളന്മാരെ കുറെ ഈട്ടിയും തേക്കുമൊക്കെ വിറ്റ് കിട്ടുന്ന ചില്ലറ കൊണ്ട് കഷ്ടിച്ച് മാന്യമായിട്ട് ജീവിക്കുക എന്നുള്ള ഒരു സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് ഇന്ന് ഇവരെത്തി നിൽക്കുന്ന തലങ്ങൾ എന്ന് പറഞ്ഞാൽ അന്തർദേശീയ കള്ളപ്പണ ശൃംഖലയുടെ ചെറിയൊരു കണ്ണിയെങ്കിലായിട്ട് ഇവർ മാറിയിട്ടുണ്ട്. അത് ആരുടെ മിടുക്കാം? അരുൺകുമാർ എന്നെ പിന്നെ വളർച്ചയുണ്ടായവർക്ക്. അഗസ്റ്റിൻ ബ്രദേഴ്സിന് ഈ ചെറിയ തടിവെട്ടുകാരെന്നുള്ള രീതിയിൽ വളർച്ചയുണ്ടായി. അന്തർദേശീയ മഫിയയുമായി ബന്ധപ്പെട്ട് കള്ളക്കടത്തിൻ്റെ ബന്ധം അമേരിക്കൻ ബാങ്കുകൾ ഒക്കെ കളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വളർന്നതിൻ്റെ ബുദ്ധികേന്ദ്രം അരുൺകുമാർ അല്ലെന്ന് പറഞ്ഞാൽ നിഷേധിക്കുമോ? അല്ല, എനിക്ക് അവർ ഈ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര ബന്ധം ഉണ്ടെന്നോ ഇത്തരത്തിലുള്ള കാര്യം നമ്മളതിൽ പ്രൂഫില്ല. നമുക്ക് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ആരാണ്? FBI അന്വേഷണത്തെ പരിധിയിലാണ് അവർ. ഇവർ ബന്ധപ്പെട്ട കമ്പനികൾ, FBIയും CBIയും ED അടക്കമുള്ള പല ഏജൻസികളും അന്വേഷണത്തിലോട്ട് വരുന്നുള്ളതും ഇവർ കുറ്റവാളികളാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതൊരു വശം. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായ ഒരു വർഷമാണ്. അല്ല, ആ വളർച്ച അരുൺകുമാറിന്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടായതാണെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. അതറിയില്ല, അതിന് മാത്രമുള്ള കഴിവൊക്കെ എനിക്കറിയില്ല. ചിലപ്പം നല്ല കഴിവുള്ള എനിക്ക് തോന്നിയിട്ടുള്ള പല ഈ പറഞ്ഞ പോലെ 24-ലായാലും ഏഷ്യാനെറ്റിലായാലും വിനോവിൻ ജോണിനൊക്കെ മാറ്റി നിർത്തുന്നു. അദ്ദേഹമൊക്കെ പക്ക ജേർണലിസത്തിന്റെ എല്ലാ കാര്യങ്ങളും ക്വാളിറ്റി ഉള്ളതായിരുന്നു തോന്നിയിട്ടുണ്ട്. ബാക്കി പല നേതാക്കന്മാരും പ്രവർത്തകരും നോക്കുമ്പോൾ അവർക്ക് ആവേശം, ജനങ്ങളെ എന്താ പറയുക, ഇങ്ങനെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ രോമാഞ്ചിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾക്കും അല്ലാണ്ട് ഇവരാരും ജേർണലിസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഹാഷിമിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഹാഷിമിക്ക് ഫസ്റ്റ് തുടക്കത്തിൽ ഒരു 3 മിനിറ്റ് ഒരു പഞ്ച് ഡയലോഗ് അടിച്ചുകൊണ്ടുള്ള മാസ് സാധനങ്ങൾ വരും. ഒരേ റിതം വരുന്ന ഒരേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കട്ട സാധനങ്ങൾ വരും. അതാണ് ഹാഷിമിയുടെ പ്രത്യേകത. അതിനപ്പുറത്തോട്ട് എന്താ പറയുക, പ്രസന്റേഷൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അത് മാത്രമല്ല, പ്രസന്റേഷൻ ചെയ്യലോ സംസാരിക്കാനുള്ള കഴിവോ മാത്രമല്ല ജേർണലിസം. അതല്ലാണ്ട് പല വിവരങ്ങളും നമുക്ക് എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും വേണം. ഇത്തരത്തിൽ ജേർണലിസം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് സമകാലിക ഇന്ത്യയിൽ ജേർണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിട്ടലക്കാൻ കഴിവുള്ളവനാണോ അവൻ ജേർണലിസ്റ്റാണ്. അല്ല, ഇപ്പോൾ നിങ്ങൾ ജേർണലിസ്റ്റാണ്, എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തിന് പോകുന്ന വഴിയെക്കുറിച്ച് അല്ലെങ്കിൽ ബസ് സർവീസിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ സ്റ്റോറി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ആലപ്പുഴയും കൊല്ലവും ഉണ്ടെന്നോ അവിടെയൊക്കെ ബസ് നിർത്താറുണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടെന്നുള്ള അറിവ് നിങ്ങൾക്കില്ലാതെ
ബെല്ലടിച്ച് എറണാകുളം നിന്ന് ബെല്ലടിച്ച് വിട്ട് തിരുവനന്തപുരത്ത് തമ്പാനൂർ സ്റ്റേഷൻ നിർത്തുമ്പോഴേ അത്രയും അറിവ് നിങ്ങൾക്കുള്ളെങ്കിൽ അതിന്റെ ഇടയിൽ വരുന്ന കുറെ സാധനങ്ങൾ ശ്രദ്ധിക്കാനുള്ള കഴിവ് വേണം. അതില്ലെങ്കിൽ പോയി. അല്ലെങ്കിൽ ഇങ്ങനെ മോണോട്ടോണസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ബസ് ആലപ്പുഴയിൽ നിന്ന് കടന്നു പോകുന്ന ആലപ്പുഴ സ്ഥലം ഉണ്ടെന്ന് പോലും ഒരാൾ ചോദിക്കുക ആലപ്പുഴ എവിടെയാണ് സാറെന്ന് ചോദിച്ചാൽ നിങ്ങൾ തപ്പും. സമയത്ത് ശ്രദ്ധിച്ചു പോയ ഒരു പത്രപ്രവർത്തകന് ചെറിയ വിവരമാണെങ്കിൽ പോലും പറയാൻ പറ്റും. അപ്പം അങ്ങനെ കണ്ണും കാതും കുറിപ്പിച്ചിരിക്കുന്ന പത്രപ്രവർത്തകരെ വേണം. അതിൻ്റെ അർത്ഥം പോലീസിൻ്റെ കൂട്ട് എല്ലാം കയറി പിടിക്കാനോ റിപ്പോർട്ട് ചെയ്യാനോ വേണമെന്നല്ല പറഞ്ഞത്. സ്വന്തം നടി ചത്തോട്ടെന്ന് വിചാരിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന അത്ര ഇന്നത്തെ കാലത്ത് മണ്ടത്തരാം. അല്ല, ഇപ്പം പറഞ്ഞില്ലേ ചാനലിൽ റിവ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് നല്ല പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ കത്തിക്കയറണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാട്ടുകള്ളൻ. ഇപ്പോൾ എനിക്ക് ജേർണലിസ്റ്റ് ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക അല്ലെങ്കിൽ ഇത്തരത്തിൽ ഷാർപ്പായിട്ടുള്ള വാക്കുകളൊന്നും നമുക്ക് ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളതാണ്. കാട്ടുകള്ളൻ അല്ലെങ്കിൽ എന്താ പറയുക തെണ്ടി, അങ്ങനെ പല പല വാക്കുകളുണ്ടല്ലോ. നമ്മൾ പണിക്ക് പോകുന്നവർ ചെറ്റത്തരം എന്നുള്ള സാധനങ്ങളൊക്കെ ഇതൊന്നും ഒരു ജേർണലിസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. നമുക്കതിന് ടെർമിനോളജിയിൽ തന്നെ പറയുന്നില്ല ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാം, ഏതൊക്കെ വാക്കുകൾ ഉപയോഗിച്ച് നമുക്കിത് ഡിഫാമേഷൻ വരും എന്നുള്ള സാധനമൊക്കെ. അപ്പം ഇപ്പോഴത്തെ ജേർണലിസ്റ്റിൽ ആ സാധനമൊന്നുമില്ല. ആർക്ക് എന്ത് വേണേലും പറയാം എന്നുള്ള സാധനമാണ്. ഇപ്പോൾ എല്ലാവരും മോജോന്റെ ആൾക്കാരാണല്ലോ. മൊബൈൽ ജേർണലിസം എന്ന് പറഞ്ഞ സാധനമുണ്ട്. മൊബൈൽ കയ്യിലുണ്ടോ എല്ലാവരും ജേർണലിസ്റ്റ് ആണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. അതുകൊണ്ട് അതിൻ്റെ പ്രശ്നം അതെന്തെന്ന് പറഞ്ഞാൽ 1000 പത്രപ്രവർത്തകരെ ഓരോ സെൻട്രലിൽ നിന്ന് ചെയ്യുന്നതിന് പകരം UNA ആണ് റോയിട്ടറിൻ്റെ ആണ് ചെയ്യുന്നതിന് പകരം മൊബൈലുമായിട്ട് നടക്കുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷനാണ്. അത് ചിലപ്പോൾ കൊള്ളാവുന്ന ഇൻഫർമേഷൻ കാണുമ്പോൾ അത് പബ്ലിഷ് ചെയ്യുക വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം മെയിൻ ചാനലുകൾക്കുണ്ട്. മാത്രമല്ല അതിന് കിട്ടുന്ന വ്യൂവേഴ്സും ഉണ്ട്. പക്ഷേ വ്യൂവർഷിപ്പിനെ കളിപ്പിക്കാൻ പറ്റുന്ന തമ്പ് വിട്ട് അതിൻ്റെ അകത്ത് കണ്ടന്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എന്തെങ്കിലും എഴുതി വെച്ചിട്ടാണ് ഈ കളി നടക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ഇപ്പം എന്തായാലും അരുൺകുമാറിന് ഇപ്പോൾ വലിയ എന്താ പറയുക, അന്നുണ്ടായ ബോധോദയം ഇന്ന് നഷ്ടപ്പെട്ടോ എന്നുള്ളതറിയില്ല, അല്ലെങ്കിൽ അന്നത്തെ കള്ളൻ ഇന്നത്തെ നിരപരാധി ആയോ എന്നുള്ളതറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. വാവിട്ട് സംസാരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് നന്നായിട്ടുണ്ട്. ഇപ്പം സതീശൻ തന്നെ ഒരു എന്താ പറയുക കോഫി മീറ്റപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിന് പോയായിരുന്നു. അത് ഒരു സ്ഥാപനമാണ്, CSR ഫണ്ടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും. അപ്പം ഇന്ന് അരുൺകുമാർ പറഞ്ഞത് കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയിക്കായിട്ട് മുഖ്യമന്ത്രി കേരളത്തിൽ ഫ്ലഡ് ഉണ്ടാകുമ്പോൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഇത്രയൊക്കെ ബോധമുള്ളൂ ജേർണലിസം പഠിക്കുന്ന അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആണ്. അങ്ങനെ മനഃപൂർവ്വം പറഞ്ഞായിരിക്കില്ല. ഈ കോഫി ഷോപ്പ് എന്ന് കണ്ടപ്പോൾ കാപ്പിക്കട തന്നെയാണ് എന്നുള്ള ധാരണ തന്നെ പറഞ്ഞു. ആ സാധനം നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അടിച്ചു പോലും അതിനുള്ള സമയം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയാത്തൊരു സാധനമാണ്. ഞാൻ അപ്പോഴത്തേക്കും അത് ഗൂഗിൾ അടിച്ച് നോക്കാൻ പോകണോ, സതീശൻ ബിരിയാണിയുടെ കഴിക്കുന്നത് എന്തുമാത്രം ബിരിയാണി കഴിക്കുന്നുണ്ടോ നോക്കാൻ പോകണം. ഉടനെ അത് നോക്കാൻ പോകണ്ട. അതിൻ്റെ ഇറച്ചിയാണോ ഉള്ളത്, ഏതിറച്ചിയാണ്, ഇറച്ചി വന്നിട്ടുണ്ടോ, സതീശൻ ഹിന്ദുവാണോ ബീഫാണോ കഴിക്കുന്നത്, ഇതൊക്കെ നോക്കണ്ടേ. മേനോനാണ് ഇത്തരം വാർത്തകളുടെ പിന്നാമ്പുറത്ത് നടക്കുന്നവർക്ക് എപ്പോഴും 24 മണിക്കൂർ വാർത്തയാണ്, എപ്പോഴും വാർത്തയാണ്. സത്യം ഒരു കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട വാർത്തകളുണ്ടെങ്കിൽ ഇപ്പം മൂട്ടിൽ മരമുറിക്കാരുടെ കേസ് ഇപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ശിക്ഷിച്ചൊന്നുമല്ല. മൂട്ടിൽ മരമുറി, റിപ്പോർട്ടർ ചാനൽ, മെസ്സിയുടെ വരവ്, ഇതെല്ലാം എത്രയോ സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഒരു നല്ല പത്രപ്രവർത്തനാണെങ്കിൽ അതിൻ്റെ ട്രെയിൽ എങ്ങനെ ഈ വാർത്ത വന്നു, എങ്ങനെ പുറകോട്ട് പോയി എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം വേണം. അതില്ല. വാർത്തയുടെ ഹെഡ്ലൈനും അതിൻ്റെ കൈയടിയും കഴിഞ്ഞാൽ പോയി. ഇപ്പോൾ നിങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെ പറ്റി ഏതെങ്കിലും മാധ്യമത്തിൽ കണ്ടു നാളത്രയായി? അത് അടഞ്ഞ അധ്യായമാണല്ലോ. അടച്ച് വെക്കുക. അതിന് പകരം സതീശന്റെ ബിരിയാണി ഉണ്ടെന്നേ. അല്ല, അത് ഏതൊരു സാധനം ഓടുന്നതിന് കുറച്ച് പരിധി, അത് കഴിഞ്ഞ് ഇവർക്ക് മനസ്സിലാവും അത് ശബരിമല കൊള്ള ഉണ്ടായിരുന്നുള്ള സത്യമാണ്, അയോധ്യ കൊള്ള ഉണ്ടായത് സത്യമാണ്. പക്ഷെ അത് കുറച്ച് കാലം ഓടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഇത് വല്ലാണ്ട് കേൾക്കില്ല. പിന്നെന്താ, ആൾക്കാർക്ക് വേണ്ട സ്പൈസി ആയ കാര്യങ്ങൾ. ഇപ്പം ഞങ്ങൾ ജേർണലിസം പഠിക്കുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ ഒരു നായ മനുഷ്യനെ കടിച്ചാൽ അതൊരു വാർത്തയല്ല, ഒരു മനുഷ്യൻ ഒരു നായനെ കടിച്ചാൽ ഒരു വാർത്തയാണ്. ഇനി ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, ഇത് ഒരു പത്രപ്രവർത്തകന് ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് പറയുമ്പോൾ, ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള മാർക്കറ്റ് നിലവാരം ഇടിയില്ല. സ്വർണ്ണത്തിൻ്റെ വില, വെള്ളിയുടെ വില, കുരുമുളകിൻ്റെ വില, പച്ചക്കപ്പയുടെ വില. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണ ഘട്ടം എവിടം വരെ, കഴിഞ്ഞ മാസത്തെ പൊസിഷൻ, ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞുള്ള വെറുതെ ജസ്റ്റ് വാർത്ത ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ഈ കേസ് എവിടെ നിൽക്കുന്നു, എത്ര പേരെ പുതുതായിട്ട് ചോദ്യം ചെയ്തു, എത്ര അന്വേഷണം നടത്തി, അടുത്ത അവധി എന്നാണ്. അത്തരം കാര്യങ്ങളെങ്കിലും ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും. ഇതാ വാർത്ത കൊല്ലുക, പുറം ലോകം കാണാതെ വാർത്ത ഇല്ലാതാക്കുക. അതാ സംഭവം. ഈ വാർത്ത നമ്മൾ റിമൈൻഡ് ചെയ്യാൻ 100 മാർക്കുണ്ട്, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല. ഓരോ ആഴ്ച കഴിയുമ്പോൾ ഉണ്ടായ പ്രോഗ്രസ് റിപ്പോർട്ട്, ഇവർ മന്ത്രിമാരൊക്കെ പ്രോഗ്രസ് റിപ്പോർട്ട് കൊണ്ടുവരികയില്ലേ, അതുപോലെ പത്രപ്രവർത്തകൻ അവൻ കൊടുത്ത വാർത്തയെക്കുറിച്ചുള്ള മറ്റ് റിയാക്ഷൻസ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് കൊണ്ടുവരണം. അവിടെയാണ് പ്രശ്നം. പക്ഷേ ഇത്തരം ആൾക്കാർക്ക്, അരുൺകുമാറിനെ പോലുള്ളവർക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് പറ്റിയില്ല. കാരണം താൻ പണ്ട് പറഞ്ഞ വാചകങ്ങൾ ഒരിക്കലും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആരും കേൾക്കരുത്.
ഇപ്പം ദൗർഭാഗ്യവശാൽ അന്ന് ഇത് എയർ ചെയ്തു, അത് റെക്കോർഡ് ചെയ്ത് വെച്ചവരുണ്ട്, അത് ഓർത്തെടുത്തവരുണ്ട്. അവർ വീണ്ടും വീണ്ടും ഇത് കാണിക്കുമ്പോൾ അരുൺകുമാർ വിഷമിക്കും, ചാട്ടുളിവാ ചൂളും എല്ലാം മിണ്ടാൻ പറ്റുമോ? ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നല്ലൊരു ബാർഗൈനിങ് കിട്ടി വേറെ എങ്ങോട്ടെങ്കിലും പോകാനുള്ള പ്ലാനിങ്ങിലാണ് നടക്കണമെങ്കിൽ ഇത് കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റവൻ പറയും വേണ്ടെന്ന് പറയും. കുറച്ചു കാലം കഴിയുമ്പോൾ എൻ്റെ ചാനലിന് ഇതേപോലെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പോൾ അരുൺകുമാർ ഒരു ബാർഗൈനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ വിട്ടിട്ട് വേറെ അരുൺകുമാറിനെ പറ്റിയ ചാനലിന് കൈരളിയുണ്ട് അല്ലേ, പീപ്പിൾസ് അല്ലെ, പ്രിന്റ് മാറ്ററിലേക്ക് വന്ന ദേശാഭിമാനിയുണ്ട്. അരുൺകുമാറിൻ്റെ എല്ലാ ചാനലിനും ഒക്കുന്ന സാധനം അത്. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ. പക്ഷെ ആ ഒരു പോലും വേണ്ടെന്ന് വയ്ക്കുന്നേ. കാരണം ഇത് അരുൺകുമാർ എടുക്കാച്ചിറക്കാന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ അങ്ങനെ ഏറ്റവും ആദ്യം ഫോളോ ചെയ്ത് ഞാൻ തന്നെയാണ്, എനിക്ക് തോന്നുന്നത് ആദ്യം തന്നെ അത് വിളിച്ച് പറഞ്ഞ് ഈ മംഗലാപുരത്ത് ലോറി അർജുൻ്റെ ലോറിയും കൊണ്ട് പോയില്ലേ, അപ്പോൾ ആ ഭയങ്കര അരുൺകുമാർ അവിടെ പോയാണ് റെക്കോർഡ് ചെയ്യുക. എന്ത് ആവേശം കാണി. ഈ ആവേശം കണ്ടപ്പോൾ എനിക്ക് സത്യമായി സംശയം തോന്നി. ഞാൻ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു DNA ന്യൂസിൽ സുമേഷിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട്, ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി അന്വേഷിച്ചു. ഈ ലോറി എവിടുന്ന് വന്നോ, ലോറിക്കകത്ത് എന്താ സാധനം എന്നൊന്നും ഇതിനെ മുതലാളി പറയുന്നില്ല. അയാൾ അവിടെ വാചടിക്കുന്നുണ്ട്. മുതലാളി ഒരാളുണ്ടായിരുന്നു എന്നാ മനഫോ, പക്ഷെ എങ്ങനെ വന്നു എന്ന് പറയുന്നില്ല. അപ്പോൾ ഇത് DNA ന്യൂസിൽ വന്നു. ആദ്യം ഞാനുള്ള ഇത് DNA ന്യൂസിൽ ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യം സ്റ്റോറി കറക്റ്റ് ലോറി എവിടുന്ന് വന്നു, എങ്ങോട്ട് പോയി, എന്തായിരുന്നു സാധനങ്ങൾ. അപ്പോൾ ലോറി ഒരിക്കലും ആ വെള്ളത്തിൽ നിന്ന് ഉടനെ എടുക്കാൻ പാടില്ല. ലോറിയിലെ മുഴുവൻ സാധനങ്ങൾ ഒന്നുകിൽ മാറ്റുക അല്ലെ ഒഴുകി പോയി കഴിഞ്ഞ് എടുക്കുമായിരുന്നുള്ളൂ. ഇത് വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിലെങ്ങാണ്ടുള്ള ഒരു നക്സലേറ്റ് കേന്ദ്രത്തിൽ നിന്നും അവർ വെട്ടിക്കൊടുക്കുന്ന മരവോ കഞ്ചാവോ അതുകൊണ്ട് പോകുന്ന ലോറിയായിരിക്കും. നമുക്കറിയത്തില്ല, അങ്ങനെയാണ് പിന്നീട് അറിഞ്ഞത്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അരുൺകുമാർ കാണിച്ച ജാഗ്രത, മൂട്ടിൽ മരമുറിക്കാരൻ്റെ കാട് കയ്യിൽ തടിയായിട്ട് വരുന്ന ലോറിയാണെന്ന് പറയണമെങ്കിൽ അവിടെ എനിക്ക് കുറേ സംശയം വരും. ആ ലോറിക്കകത്ത് ഇവരുടെ തടി തന്നെയായിരുന്നു. അരുൺകുമാറിൻ്റെ അരുൺകുമാറിനെ അവനെ കാട്ടുകൊള്ളക്കാരൻ, അപ്പോൾ അവിടെ കാട്ടിൽ നിന്ന് കട്ടുകൊണ്ടുവന്ന തടിയായിരുന്നു. എനിക്ക് ന്യായമായ സംശയമുണ്ട്. അതൊരു സംശയം വരുന്ന കാര്യം, ഒരു കോഴിക്കോട് നിന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ സുമേഷിനെ വിളിച്ച് പറയുന്നു, എന്തിനാ അത് ഫോളോ ചെയ്യുന്നത്, അത് സെറ്റിൽ ചെയ്യാൻ പാടില്ലേ, എങ്ങനെയെങ്കിലും അവരുമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ലേ, അവരെന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ള രീതിയിൽ ആണ് സംസാരിക്കുന്നത്. അപ്പോൾ ഉറപ്പായി ഇതെന്താ സംഭവം, ന്യായമായ ലോഡല്ലായിരുന്നു ആ ലോറിയിലുണ്ടായിരുന്നത്. അവൻ പോയി, അത് അർജുനായാലും പോയി, ഇവൻ പുറത്തു നിന്ന് വരരുത്, തടി എന്തായിരുന്നു അല്ലെ എന്താ സംഭവം എന്ന് പുറത്തു വരരുത്. എന്തെല്ലാം വാർത്തകൾ അതിനെക്കുറിച്ച് ഇപ്പം പിടിച്ചു. അത് ആ മിസ്ലീഡ് ചെയ്തു. ആദ്യം കരക്കാണ് ആ മണ്ണിടിഞ്ഞു, ആ മണ്ണ് മാറ്റാൻ എത്ര സമയമെടുത്തു? 2 ദിവസം മുഴുവൻ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം ഇവൻ വലിയ വിപ്ലവത്തോടെ പറയുന്നത്. അരുൺകുമാർ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തു. അവിടെയാണ് അരുൺകുമാറിനെ ആദ്യം ഞാൻ മനസ്സിലാക്കിയത്. ഇതാണ് അരുൺകുമാറിനെ പറ്റിയ കുഴപ്പം. നാളെ കേരളത്തിലെ ഒരു പത്രപ്രവർത്തകനും പറയാം, ആരെയും നമുക്ക് വിമർശിക്കാം, കഴിവ് കേട്ടവനൊക്കെ പറയാം, പക്ഷേ അതിന് ഒരു പരിധിയുണ്ട്. ആ അഭിപ്രായം രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് ശരിയായ അഭിപ്രായമാണെങ്കിൽ അതിന് മാറ്റേണ്ട ആവശ്യമില്ല. ശരിയായ അഭിപ്രായമാണെങ്കിൽ, തെറ്റാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും മാറ്റാം. എപ്പോഴെങ്കിലും സത്യവന്തനായിരുന്നു ഇവരിങ്ങനത്തെ കാട്ടുകളിലൊക്കെ ഉള്ളതായിട്ട് ബന്ധമില്ല, അവർ കാട്ടിൽ പോയിട്ട് മൂത്രമൊഴിക്കാൻ പോലും ഒരു മരത്തിൻ്റെ ചൂട്ടിൽ പോയി നിന്നിട്ടില്ലെന്ന് അരുൺകുമാർ പറഞ്ഞാൽ അത് സത്യമാണ്. അങ്ങനെ സത്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ പറയണം. അത് പറയാത്തിടത്തോളം കാലം അരുൺകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്രെഡിബിലിറ്റി ഈസ് അറ്റ് ദ ലോവസ്റ്റ് സ്റ്റെപ്പ്.